ഒരു ഭാഗത്ത് മലക്കോട്ടെ ബാലുവൻ എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് മലക്കോട്ടെ ബാലുവിനെയും അതിന്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ കുറിച്ചുള്ള ചർച്ചകളും സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഏറ്റവും ആകർഷകമായ ഒരു ഫാക്ടർ എന്തെന്നാൽ മോഹൻലാലിനെ ലിറ്റു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്നു എന്നത് തന്നെയാണ്. ലിറ്റു ജോസ് പല്ലിശ്ശേരി ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫാനുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ്. പക്ഷേ അയാളുടെ സിനിമകളിൽ തിയേറ്റർ വിജയം ആയത് 2 സിനിമകൾ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് ലിജോയ്ക്ക് ഇത്രയും ഫാൻ ഉണ്ടായത് എന്നതാണ് വലിയൊരു ആകാംക്ഷയും വലിയൊരു ചോദ്യവും. ലിജോ തന്നെയാണ് അതിന് കാരണമെന്നും പറയുകയാണ് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ ലിജോയെ കുറിച്ചുള്ള മലക്കോട്ടെ ബാലുവിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ മുതൽ ലിജോ ആ ബ്രാൻഡിങ് ശ്രദ്ധിക്കാറുണ്ട്. ജോഷി, പ്രിയദർശൻ, ഷാഫി ഒക്കെ പോലെ ലിജോയുടെ ഒരു കൊമേഴ്ഷ്യൽ ഡയറക്ടറായാണ് ഞാൻ കണക്കാക്കുന്നത്. ആളുകളെ രസിപ്പിക്കാൻ തന്നെയാണ് അയാളും സിനിമ എടുക്കുന്നത്. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി ലിജോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ സിനിമകൾ കണ്ട് എന്റർടൈൻ ആവേണ്ട ഓഡിയൻസിന് ഒരു ലിമിറ്റ് പുള്ളി തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ കുട്ടികളില്ല, 35+ ഏജ് ഉള്ള ഭൂരിപക്ഷം സ്ത്രീകളും ഇല്ല, ഏജ്ഡ് ആയ പുരുഷന്മാരും ഇല്ല. ബാക്കിയുള്ളവരാണ് ലിജോയുടെ മെയിൻ ഓഡിയൻസ്. അവർക്ക് ഇഷ്ടമാകാൻ കണക്കിലുള്ള ഫിലിമാണ് ലിജോ ചെയ്യുന്നത്. ഇന്ത്യൻ സംവിധായകരൊക്കെ പോപ്പുലറായ ഹോളിവുഡ് ആക്ഷൻ ഫിലിമാണ് ഇവിടേക്ക് അടിച്ചുകൊണ്ട് വരുന്നത്. ലിജോയുടെ ആദ്യത്തെ 2 പടങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നീട് അതിനൊരു ചേഞ്ച് വന്നത് ആമേനിൽ ആണ്. എമേർ കുസ്റ്റൂരിക്കയുടെ ക്വാളിറ്റി എന്റർടൈൻമെന്റ് തരുന്ന ഫിലിംസിന്റെ ടോൺ ലിജോ ആമേനിൽ കൊണ്ടുവന്ന് അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഡബിൾ ബാരലിലേക്ക് വന്നപ്പോൾ ഗേ റിച്ചിയുടെ പടങ്ങൾ ജപ്പനീസ് മാങ്ക വച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്ന് പരീക്ഷണം നടത്തി. അതിൽ അയാൾ പാളി. ആ സിനിമയിൽ നിന്ന് ലിജോ പഠിച്ച പാഠമാണ് ഗ്രൗണ്ടഡ് ആയി ഈ സംഭവങ്ങൾ പരീക്ഷിക്കാലോ എന്ന്. അങ്ങനെ അങ്കമാലി ഡയറീസ് ഉണ്ടായി, അത് വിജയിച്ചു. അതിലൂടെ പിന്നീട് റൂട്ടഡ് ആയ കഥാപരിസരത്തിലുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടേ ലിജോ കളിക്കാൻ നിന്നുള്ളൂ. അധികം ഫേമസ് അല്ലാത്ത ഗ്ലോബൽ ഫിലിമിലെ ഇന്റർനാഷണൽ ടച്ചുള്ള ഒരു തീം ജോണർ എടുക്കും, എന്നിട്ട് അത് മലയാളത്തിലേക്ക് കൺവെർട്ട് ചെയ്യും. ലിജോയുടെ സിഗ്നേച്ചർ ഐറ്റംസ് ആയ ലൗഡ് ക്യാരക്ടേഴ്സ്, കെയോസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു സിനിമ ആക്കും. പിന്നീടുള്ള സിനിമകളിൽ അതാണ് കണ്ടത്. ഇതുകൊണ്ടൊക്കെ ലിജോ എനിക്കൊരു കൊമേഴ്ഷ്യൽ ഡയറക്ടറാണ്. അതുകൊണ്ടാണ് അയാൾ ഒരു ബ്രാൻഡായതും പുള്ളിയെ സമാന്തര സിനിമയുടെ തലത്തൊട്ടപ്പൻ ആക്കുന്നതും അയാളുടെ സിനിമയെ ഉദാത്ത സിനിമയായി കാണുന്നതിനോട് വിയോജിപ്പില്ല. ഇങ്ങനെ പറയുന്ന ലിജോയെ കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിരവധി പേരും സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമായി. ലിജോയുടെ പ്രേക്ഷകരുടെ പ്രായപരിധിയൊക്കെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്ന പലരും എത്തിയിരുന്നു. ഭൂരിഭാഗം യുവതലമുറയിലുള്ള മികച്ച പ്രേക്ഷകരാണ് ലിജോ സിനിമകളെ ഇഷ്ടപ്പെടുന്നതും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എന്നാൽ ലിജോയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന മറ്റ് പ്രായത്തിലുള്ള ചില പ്രേക്ഷകരുമുണ്ട്. അവർ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വ്യത്യസ്തമായ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ആമേൻ എന്ന ചിത്രം നിരവധി ഏജിലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതുപോലെ തന്നെ അങ്കമാലി ഡയറീസും ചുരുളി പോലുള്ള സിനിമകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ട് പോലുമില്ല. അതിന്റെ ഒരു ടോൺ അങ്ങനത്തെയാണ്. ജല്ലിക്കെട്ട് പോലുള്ള സിനിമകളും വളരെ പ്രേക്ഷകർ ആസ്വദിച്ച് കണ്ട സിനിമകളിൽ ഒന്നായി മാറിയതാണ്. അങ്ങനെ നിരവധി സിനിമകൾ നിരവധി പ്രേക്ഷകരും നിരവധി പ്രായത്തിലുള്ള പ്രേക്ഷകരും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലിജോയുടെ സിനിമകൾ. പക്ഷേ ലിജോ എന്ന സംവിധായകൻ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഫാനുള്ള ഡയറക്ടറിൽ ഒരാളായി മാറി. ആ ഫാനുള്ള ഡയറക്ടറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാനുള്ള ഒരു താരത്തെ വെച്ച് ഗംഭീരമായ ഒരു സിനിമയുമായി എത്താൻ പോകുന്നത്, മലക്കോട്ടെ ബാലുവൻ. ഇത് ഏത് ടൈപ്പിലുള്ള സിനിമയായിരിക്കും, എങ്ങനെയായിരിക്കും ലിജോ മോഹൻലാലിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ള കൗതുകം, എങ്ങനെയായിരിക്കും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക തുടങ്ങിയ വലിയ കൗതുകങ്ങൾ നിൽക്കുമ്പോഴാണ് ലിജോയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്.